മറിമായം. മണ്ടു, ഐ ലവ് യു. ഐ ടു ഡിയർ. മേ ഐ കിസ് യു. ചുംബന സമരത്തിന് പോയവരും പോകുന്നവരും ഈ മറിമായ കാഴ്ചകൾ ഒന്ന് കാണുക. സ്നേഹം, പ്രേമം, പ്രണയം, ചുംബനം എല്ലാം പഠിക്കാൻ വരൂ സത്യശീലൻസ് കോളേജ് ഓഫ് ലവ്. അയ്യോ, പെൺകുട്ടികൾ സമ്മതിക്കൂ? എനിക്ക് 4 മക്കൾ ഉണ്ടാവുന്നവരെ എന്റെ ഭാര്യനെ ഞാൻ ശരിക്കും ഒന്നും കണ്ടിട്ടും കൂടിയില്ല. അങ്ങനെയാണെങ്കിൽ തെരുവ് നായ്ക്കളും മനുഷ്യരും തമ്മിൽ എന്താണ് വ്യത്യാസം? കിസ്സാണോ അതോ സെക്സ് ആണോ? സ്നേഹരഹിതമായ ഈ നാട്ടിൽ സ്നേഹം പഠിപ്പിക്കാൻ ഒരു കോളേജ് ഉണ്ടാക്കിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? മാനം മാനം മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും നല്ലേലും ബില്ലേലും പെണ്ണേലും മറിമായം. ചുംബിക്കും 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 ചുംബനം ഞങ്ങളുടെ അവകാശം. ഈ ലോകത്ത് വേറെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കില്ല ഇപ്പൊ വലിയ കാര്യം അത് കാണാൻ കുറെ പൊട്ടന്മാരും. പോത്തെ നിനക്ക് നിന്റെ ത്രില്ല് മനസ്സിലാവാഞ്ഞിട്ടാണ്. ഇപ്പോഴൊക്കെ അത് ലൈവ് കണ്ടൂടെ? മുമ്പ് ഇതിനുള്ള സൗകര്യം ഇല്ലല്ലോ. ഞാന് പണ്ടൊക്കെ ആരും കാണാതെ ഏപ്പടം കാണാൻ പോവുകയായിരുന്നു. അതിനെന്താണ്? ഒരു ദിവസം ഞാൻ കിന്നാരത്തുമ്പികൾ എന്ന് പറയുന്ന ഏതോ ഒരു പടം അത് കാണാൻ പോയി. നോക്കുമ്പോ തൊട്ടടുത്ത സീറ്റില് തലവഴി മുണ്ടിട്ടുകൊണ്ട് ഒരാളിരിക്കണം. നോക്കുമ്പോ നല്ല പരിചയം. ആരാ ആരാ നീ പറ. എനിക്ക് അറിഞ്ഞൂടാ. നാരായണ അമ്മാവൻ. ഏത് നാരായണ അമ്മാവൻ? ഏത് നാരായണ അമ്മാവനാ? നീ എന്താ എന്നെ കളിയാക്കുകയാണോ? എനിക്ക് ആകെ ഒരു നാരായണ അമ്മാവനേ ഉള്ളൂ, നിന്റെ അച്ഛൻ കായിപ്ര നാരായണൻ. പറയല്ലേ, മരിച്ചുപോയി എന്റെ അച്ഛനെ പറയപ്പോ. എടി, നിന്റെ അച്ഛനാണെന്ന് വിചാരിച്ചിട്ട് മൂപ്പർക്ക് ആ സിനിമ കാണണ്ടേ? ഇത് നല്ല കൂത്ത്. നിങ്ങൾ ഈ വൃത്തികേടൊന്ന് ഓഫാക്കുന്നുണ്ടോ? എന്തിന്? ഈ നാട്ടിൽ വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എന്ത് പ്രശ്നം? ആ ആദിവാസികളെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു 150 ദിവസമായി ആ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിൽപ്പ് സമരം തുടങ്ങിയിട്ട്. അതിന് വെറുതെ അല്ല അവരവിടെ പോയി നിൽപ്പ് സമരം നടത്തണത്. അവർക്ക് കിട്ടാനുള്ള ഭൂമി കിട്ടുന്നില്ല. പിഞ്ചു കുഞ്ഞുങ്ങൾ പോഷകാഹാരം ഇല്ലാതെ മരിച്ചു വീഴാണ്. പിന്നെ അവർക്ക് കിട്ടാനുള്ള പൈസയൊക്കെ കണ്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ അങ്ങ് വെട്ടി വീഴുന്നല്ലേ. അതൊന്നും നോക്കാനും കാണാനും ഇവിടെ ഒരു ഒറ്റ മാധ്യമ പ്രവർത്തകരില്ല. എല്ലാം കൂടി അങ്ങ് കെട്ടിക്കേറി കിടക്കുക ചുംബനം കാണാൻ. നിങ്ങൾക്ക് ഇതൊന്നും ഓഫാക്കി കൂടെ മനുഷ്യ. നീ എന്തിനാണ് ഈ കടന്ന് ചാടി കളിക്കണത്? ഇനി കെട്ടിപ്പിടിക്കാനും ചുംബിക്കാനുള്ള അവസരം കിട്ടിയ ഏതെങ്കിലും ഒരു മലയാളി ഒഴിവാക്കൂ. മോള് വരാനുള്ള സമയമായി. ഇതൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് ഇരിക്കും. ഇത് അവിടെ പോയി പങ്കെടുക്കാനോ സമ്മതിക്കില്ല. ഇത് ടിവിയിൽ കാണുന്നതിന് എന്താ കുഴപ്പം? ചിലപ്പോ അവളും കിസോഗ്രഫിന് പോയി കാണൂടി. കായിപ്ര നാരായണന്റെ കൊച്ചുമോൾ. വെറുതെ തോന്നിയാസം പറയില്ലേ, അവളെ എന്റെ മകളാ. നീ കായിപ്ര നാരായണന്റെ മോളല്ലേ? അവളെ വളർത്തിയത് നിങ്ങളല്ല, ഞാനാ. എടി, നിന്നെ വളർത്തിയത് കായിപ്ര നാരായണല്ലേ? ഒന്ന് മിണ്ടാതിരിക്കാവോ? മനുഷ്യനാകെ സമാധാനം ഇല്ലാതെ നിൽക്കുമ്പോഴാ. ഞാൻ മിണ്ടാതിരിക്കാം. മണ്ടു, എന്താ? എനിക്കൊരു ഐഡിയ. എന്താ ഐഡിയ? നീങ്ങ വാ. എടി, നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു.
എടി ഗൾഫിൽ നിന്ന് വന്ന ശേഷം എന്ത് ബിസിനസ് ചെയ്യുന്ന ആലോചിച്ച് തല കുത്തി മറിയായിരുന്നല്ലോ. ആ ബിസിനസ് എനിക്ക് കിട്ടി. എന്ത് ബിസിനസ്? നമ്മൾ ഒരു കോളേജ് തുടങ്ങാൻ പോകുന്നു. കോളേജോ? ഓ, കോളേജ് എന്ന് പറയുമ്പോൾ ആർട്സ് സയൻസ് എന്തിന്റെ കോളേജാ? അതൊന്നുമല്ല. ആ കോളേജിന്റെ പേര് കേട്ടാ നീ ഞെട്ടും. അതെന്താണോ ഞെട്ടണം കോളേജ്? കോളേജ് ഓഫ് ലവ്. കോളേജ് ഓഫ് ലവ്. അതെന്തോന്നാ? പ്രേമം മാത്രം പഠിപ്പിക്കുന്ന ഒരു കലാലയം. നിങ്ങൾക്ക് എന്താ വട്ടായോ? ഇതെന്ത് മണ്ടത്തരം ഈ പറയണേ? പ്രേമം പഠിപ്പിക്കാൻ കോളേജോ? എടി നീ ആ ടിവിയിലെ ദൃശ്യങ്ങൾ കണ്ടില്ലേ? മലയാളിക്ക് ഇപ്പൊ അത്യാവശ്യം എന്താണ്? എന്താ? പ്രേമവും ചുംബനവും. അത് പഠിപ്പിക്കുന്ന ഒരു കലാലയം. ആ, മകളെ അമ്മയെ ചുംബിക്കണം, അമ്മ മകളെ ചുംബിക്കണം. സതീശിൽ സെൻറ്റർ വരും. ഇതാ ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ. ഓക്കെ, സ്നേഹം, പ്രേമം, പ്രണയം, ചുംബനം എല്ലാം പഠിക്കാൻ വരൂ സത്യശീലൻസ് കോളേജ് ഓഫ് ലവ്. കലക്കി. സാറിന്റെ മോള് പരസ്യത്തിലും സിനിമയിലൊക്കെ തിളങ്ങും. നല്ല ഭാവിയുണ്ട്. എന്റെ മോളുടെ ഭാവി ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ ഭാവി കളയാതിരുന്നാ മതി. സാറ് നല്ല തമാശക്കാരനല്ലേ? എനിക്കൊരു സജഷൻ ഉണ്ട്. എന്താണ്? മോള് ഏതെങ്കിലും ഫിലിം സ്റ്റാറിനെ കിസ് ചെയ്യുന്നതല്ലേ നല്ലത്? ഒരു വൈഡ് പബ്ലിസിറ്റി വരും. എനിക്ക് അത്ര വൈഡ് പബ്ലിസിറ്റി വേണ്ട. താൻ ആ ആഡ് കട്ട് ചെയ്തിട്ട് എന്നെ ഏൽപ്പിക്കും കേട്ടോ. ചേച്ചി, ചേച്ചിയെ കാണുമ്പോ എനിക്കൊരു ഫിലിം സ്റ്റാറിന്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. അത് കുറെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡയറക്ടേഴ്സ് നമ്പർ കൊടുക്കട്ടെ? അയ്യോ, എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. എന്ന നമ്പർ എനിക്ക് തരുമോ? എന്താണ് ചേച്ചി? മതി ഷൂട്ടിംഗ് ഒക്കെ നടക്ക് വീട്ടിൽ. സ്നേഹം, പ്രേമം, പ്രണയം, ചുംബനം എല്ലാം പഠിക്കാൻ വരൂ സത്യശീലൻസ് കോളേജ് ഓഫ് ലവ്. നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ദരിദ്രനോ ധനികനോ യുവാവോ കിഴവനോ ആരുമായിക്കൊള്ളട്ടെ, പ്രണയിക്കണോ? സത്യശീലൻസ് കോളേജ് ഓഫ് ലവ്. അഡ്മിഷന് വെറും 10,000 രൂപ മാത്രം. അധ്യാപകന്മാർക്കും അധ്യാപികമാർക്കും തൊഴിലവസരങ്ങൾ. കടന്നു വരൂ സത്യശീലൻസ് കോളേജ് ഓഫ് ലവ്. കോളേജ് ഇവിടെ നടത്തിക്കില്ല. നിർത്തൂ. ആരാണ് ഈ സത്യശീലൻ? ഞാനാണ് സത്യശീലൻ. താനാണോ ഈ പിള്ളേരെ കെട്ടിപ്പിടുത്തം പഠിപ്പിക്കുന്ന മാഷ്? കെട്ടിപ്പിടുത്തം പഠിപ്പിക്കുന്നത് ഞാനല്ല, അതിന് വേറെ സാറുണ്ട്. അതെന്താ, നിങ്ങൾ കെട്ടിപ്പിടുത്തം പഠിക്കാൻ വേണ്ടി വന്നതാണോ? താനെന്താ കളിയാക്ക? താൻ ഈ സദാചാര പോലീസ് കേട്ടിട്ടുണ്ടാ? പിന്നെ സദാചാര പോലീസ് കേട്ടിട്ടുണ്ട്. എവിടെ എവിടെ? ഞങ്ങളാണ് ഈ സദാചാര പോലീസ്. നിങ്ങളാണോ? അയ്യോ, ഞാൻ സദാചാര പോലീസ് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് കാണാൻ ഭാഗ്യം ഉണ്ടായത്. പക്ഷെ നിങ്ങൾക്ക് യൂണിഫോം ഒന്നും ഇല്ലല്ലോ. കൂൾ ഡൗൺ. സാധാരണ പോലീസിന്റെ ശമ്പളമൊക്കെ കിട്ടാറുണ്ടോ? ഇല്ലെങ്കിൽ ഇവിടെ തന്റെ ഈ കോളേജിലൂടെ അടിച്ചു പൊളിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഹലോ, വേണ്ട വേണ്ട, ആരും ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. ഞാൻ വിളിച്ചു പറയുമ്പോ വന്നോ മതി. വടിയും കല്ലും ഒക്കെ എടുത്തോ. ശരി ശരി ശരി. അപ്പോ ഞാൻ ചോദിച്ചതിന് ചേട്ടന്മാര് സമാധാനം ഒന്നും പറഞ്ഞില്ല. ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടോ? പിന്നെ നിങ്ങൾ സദാചാര പോലീസുകാരെന്നെ എനിക്ക് മനസ്സിലായി. കുറെ നേരമല്ലേ കളിയാക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ സമാധാനപ്പെടൂ. ഇപ്പൊ മനസ്സിലായി. നമുക്ക് 2 പേർക്കും ഉപകാരമുള്ള ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ അതൊന്ന് കേൾക്ക്. എന്തുപകാരം? സുഹൃത്തെ, ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. എന്ത് പാലം? ഈ കോളേജിന്റെ പേരിൽ ഞാൻ സമ്പാദിക്കുന്നു, ശരി തന്നെ. പക്ഷേ എന്നാൽ അതുകൊണ്ട് നിങ്ങൾക്കും ചില പ്രയോജനങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കേ. എന്ത് പ്രയോജനം? അതായത് നിങ്ങൾ സദാചാര പോലീസ് ചമഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും?
കുന്തം കിട്ടും. വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് അച്ഛാ ഒരു മിഠായി ഇതാ എന്ന് മക്കൾ പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള കാശ് പോലും നിങ്ങൾക്ക് കിട്ടില്ലല്ലോ. അത് നേരം. ആ പേരിൽ പോലീസൊക്കെ ഉണ്ട്, പക്ഷെ ഒരു യൂണിഫോം ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് ശമ്പളവും നല്ല യൂണിഫോമും തരും. കോളേജ് ഓഫ് ലവിന്റെ സെക്യൂരിറ്റി ഗാർഡ് ഇനി മുതൽ നിങ്ങളാണ്. എന്ന് പറയുന്നു. അത് ശരിയാവൂല സാറേ. ഞങ്ങളുടെ പുറത്ത് കുറെ പിള്ളേര് വന്നിട്ടുണ്ടേ, അവരോട് അങ്ങോട്ട് പറഞ്ഞു ഒപ്പിക്കാൻ പറ്റില്ല. അതിനൊന്നും കുഴപ്പമില്ല. അതിനെന്താ പ്രശ്നം? അത് ശരിയാവില്ല. അത് എന്താ ശരിയാവാത്തത്? അതെ, ഞങ്ങൾക്ക് ഈ പ്രേമിച്ച് നടക്കുന്നവരൊക്കെ പിടിച്ച് പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ത്രില്ലുണ്ടല്ലോ. ആവട്ടെ, ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. പക്ഷേ മാസം ശമ്പളം ഞാൻ തരും. പിന്നെ നിങ്ങൾ ഇടയ്ക്കൊക്കെ വന്ന് ഇവിടെ ഇൻഷുർ ചെയ്ത സാധനങ്ങളൊക്കെ തല്ലിപ്പൊളിക്കണം. പിന്നെ വിദ്യാർത്ഥികൾക്ക് ഉപദ്രവമില്ലാത്ത തരത്തിൽ അവരെ വന്ന് പിടിക്കുന്നതിനുള്ള സൗകര്യവും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. അത് നമ്മുടെ കോളേജിൻ്റെ ഒരു പബ്ലിസിറ്റിയാവും. ഏതായാലും ഇപ്പം നിങ്ങൾ വന്ന് ഇതൊക്കെ തല്ലിപ്പൊളിച്ചതിനുള്ള ന്യൂസ് ചാനലിൽ ഞാൻ കൊടുക്കണോ അതോ നിങ്ങൾ കൊടുക്കുമോ? ന്യൂസ് ഞങ്ങൾ കൊടുത്തോളാം, പക്ഷെ അതിന്റെ പൈസ ഞാൻ തരും. പൈസ ഞാൻ തരും. പുതിയതായി ആരംഭിച്ച സത്യശീലൻസ് കോളേജ് ഓഫ് ലവ് എന്ന സ്ഥാപനം സദാചാര പോലീസ് തല്ലി തകർത്തു. സ്ഥാപനത്തിന്റെ MD ശ്രീ സത്യശീലൻ നമ്മോടൊപ്പം ലൈനിലുണ്ട്. ഹലോ ശ്രീ സത്യശീലൻ, വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? പെങ്ങളെ, ഞാൻ ഗൾഫ് നാടുകളിൽ പോയി ചോര വേർപ്പാക്കി ഉണ്ടാക്കിയ കാശ് കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു സ്ഥാപനമാണ് ഇവിടെ തല്ലി തകർത്തത്. സ്നേഹരഹിതമായ ഈ നാട്ടിൽ സ്നേഹം പഠിപ്പിക്കാൻ ഒരു കോളേജ് ഉണ്ടാക്കിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? സദാചാര പോലീസ് എന്ന പേരിൽ അഴിഞ്ഞാടിയ സാമൂഹ്യ ദ്രോഹികളാണ് അത് നശിപ്പിച്ചത്. ഞാനിനി എന്ത് ചെയ്യും പെങ്ങളെ? ഹലോ ശ്രീ സത്യശീലൻ, ദയവായി നിങ്ങൾ കരയാതിരിക്കൂ. സ്നേഹത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ ഒരു കലാലയം തന്നെ തുടങ്ങിയ ഒരു പ്രവാസി മലയാളിയുടെ കണ്ണുനീരിൽ നനയുകയാണ് ഇന്ന് നമ്മുടെ കേരളം. സത്യത്തിൽ ഒന്ന് ചുംബിച്ചാൽ, ഒന്ന് ആലിംഗനം ചെയ്താൽ അഴിഞ്ഞു വീഴുന്നതാണോ മലയാളിയുടെ സദാചാരം? സ്നേഹം പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു കലാലയം തുടങ്ങേണ്ട അവസ്ഥ നമ്മുടെ നാട്ടിൽ എങ്ങനെ ഉണ്ടായി? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ഒത്തുചേരുന്നത് ശ്രീ കോയക്കുട്ടി സാഹിബ്, ശ്രീ മന്മഥൻ, ശ്രീ സുഗതൻ ചക്കാളത്തിൽ. ശ്രീ കോയക്കുട്ടി സാഹിബ്, വാസ്തവത്തിൽ നമുക്ക് എന്താണ് സംഭവിച്ചത്? ചുംബനം പഠിപ്പിക്കേണ്ടതുണ്ടോ? സ്നേഹം പഠിപ്പിക്കേണ്ടത് ആവശ്യമാണോ? അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരികയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ എനിക്ക് 4 മക്കൾ ഉണ്ടാവുന്നവരെ എൻ്റെ ഭാര്യനെ ഞാൻ ശരിക്കും ഒന്നും കണ്ടിട്ടും കൂടിയില്ല. പിന്നല്ലേ കിസ് കൊടുക്കണ കാര്യം. അപ്പം അതവിടെ വെക്കട്ടെ, അതല്ല അതിൻ്റെ പ്രശ്നം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിന് മുമ്പും ഈ വക കാര്യങ്ങളിട്ട് ഇപ്പോൾ സിനിമയിൽ തന്നെ പഴയ കാലത്ത് നസീറും സീലൊക്കെ അഭിനയിച്ചിരുന്നു ചുംബനങ്ങൾ കൊടുക്കുന്നത് കണ്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ സെൻസർ ബോർഡുകാർ കത്രികയായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ആ ഒരു രീതി നമുക്ക് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പിന്നെ അത് മാത്രമല്ല, ഇതിനൊക്കെ വേണ്ടിയിട്ട് കോളേജ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് ഇപ്പോൾ? ഇത് അത് അംഗീകരിക്കാൻ പറ്റില്ല. ശ്രീ കോയ, താങ്കൾ തന്നെ പറഞ്ഞു താങ്കൾ താങ്കളുടെ ഭാര്യയെ നന്നായി ഒന്ന് കിസ് ചെയ്തിട്ടില്ലെന്ന്, പഴയ സിനിമകളിൽ കണ്ടിട്ടുമില്ലെന്ന്. അങ്ങനെ ഇരിക്കെ സ്നേഹവും ചുംബനവും ഒക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടി പുതിയൊരു കലാലയം തുടങ്ങുന്നതിൽ എന്താണ് തെറ്റ്? നിങ്ങൾ എഴുതാപ്പുറം വായിക്കരുത്. അപ്പൊ ഞാൻ എൻ്റെ ഭാര്യനെ ചുംബിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഇക്ക് ഈ പണി അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതെന്താണ്? അമ്മക്ക് ഈ പണി അറിയാണ്ടല്ല, അത് ശരിയല്ല. നിങ്ങൾ ഈ വരികൾക്കിടയിൽ വായിക്കണം. ശ്രീ മന്മഥൻ, കോളേജ് ഓഫ് ലവ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹത്തിന്റെ തളിരിലകളൊക്കെ വെട്ടിയെറിയുന്നതാണോ നമ്മളുടെ സംസ്കാരം? സ്നേഹത്തിന്റെ തളിരിലകളൊക്കെ വെട്ടിയെറിയുന്നതാണോ നമ്മളുടെ സംസ്കാരം? അതായത് നമ്മളെ മലയാളികൾ പണത്തിന് ഏറ്റവും അധികം ആർത്തിയുള്ള ആൾക്കാരാണ്. അതിനുവേണ്ടി എന്ത് വൃത്തികേട് കാണിക്കാനും നമുക്ക് മടിയില്ല. അതുകൊണ്ടാണല്ലോ സത്യശീലൻ എന്ന വ്യക്തി ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. അവിടെ എന്താണ് പഠിപ്പിക്കുന്നത്? കിസ്സാണോ അതോ സെക്സ് ആണോ? അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ തല്ലി പൊളിക്കണം. അത് നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമാണത്. അതൊരു ഫാസിസ്റ്റ് മനോഭാവമല്ലേ ശ്രീ മന്മഥൻ? അങ്ങനെയാണെങ്കിൽ തെരുവ് നായ്ക്കളും മനുഷ്യരും തമ്മിൽ എന്താണ് വ്യത്യാസം? നിങ്ങൾ ചാനലുകാർക്ക് ഇതൊക്കെ റേറ്റിംഗ് കൂടാൻ സഹായിക്കും, പക്ഷേ അതിനെ അനുകൂലിക്കാൻ ഞങ്ങളെ കിട്ടില്ല. ഞങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർക്കും. ശ്രീ സുഗതൻ ചക്കാളത്തിൽ, താങ്കൾ എന്ത് പറയുന്നു?
സ്നേഹം ദൈവമാണ്. ഈ കോളേജ് ഓഫ് ലവ് എന്ന് പറയുന്നത് ഒരു ആത്മീയ വിദ്യാലയമാണ്. സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പുരോഹിതന്മാരെ പോലെയാണ് ആ സ്ഥാപനത്തിലെ അധ്യാപകർ. ഇതൊന്നും മനസ്സിലാക്കാതെ പലരും കയറിയിട്ട് അങ്ങോട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യാത്തവരാണോ ഇതിനെതിരെ പ്രതികരിക്കുന്നത്? പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഞാൻ പാപം ചെയ്തിട്ടില്ല, ഞാൻ കല്ലെറിയും. ശരി, നമുക്ക് തിരിച്ചു വരാം. ഇതെന്താ നിങ്ങൾ മന്മഥൻ എന്ന് പറഞ്ഞ ആകെ പൈസ ഒന്നും കൊടുത്തില്ലേ? പിന്നെ കൊടുത്തില്ലേ? മറ്റോമാർക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ പൈസ ഞാൻ അവനാ കൊടുത്തത്. എന്നിട്ട് അയാള് പറയുന്നു മൊത്തം എതിരാണല്ലോ. എടി അതല്ലേ ടാറ്റിക്സ്. എടി എല്ലാവരും നമുക്ക് അനുകൂലമായി പറഞ്ഞാൽ ഇത് നമ്മൾ സ്പോൺസർ ചെയ്ത പരിപാടിയാണെന്നല്ലേ ആളുകൾ കരുതൂ. അതുകൊണ്ട് ഞാൻ അവനോട് എതിർക്കാൻ പറഞ്ഞു. 10 ലക്ഷം വാരി എറിഞ്ഞാൽ കിട്ടാത്ത പരസ്യമല്ലേ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയത്. എല്ലാ ചാനലുകളിലും കോളേജ് ഓഫ് ലവ് എന്നല്ലേ പറയുന്നത്. ഇപ്പോൾ കിട്ടിയ വാർത്ത, പ്രശസ്ത സിനിമാ താരം ഗോകുൽദാസ് സദാചാര പോലീസ് തല്ലി തകർത്ത കോളേജ് ഓഫ് ലവ് നാളെ സന്ദർശിക്കുന്നു. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഹായ്, ഹലോ സത്യശീലൻ, നമസ്കാരം. താങ്ക് യു. വാട്ട്സ് യുവർ ഗുഡ് നെയിം? ഹായ്. സാർ, ഞങ്ങളുടെ സ്ഥാപനം സന്ദർശിക്കാൻ വരുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. വളരെ സന്തോഷം. ഓക്കെ. സത്യത്തിൽ ഞാൻ പ്രതിഷേധിക്കാൻ മാത്രം വന്നതല്ല. ഇവിടെ നിങ്ങൾ എന്താ പഠിപ്പിക്കുന്നത് കൂടെ അറിയണല്ലോ, അതിനും കൂടെ വന്നതാണ്. അത് പിന്നെ അതിന് മാത്രം ഒന്നുമില്ല. എല്ലാം നമ്മൾ കൊച്ചിയിൽ കണ്ടത് തന്നെ. അങ്ങോട്ട് ചുംബിക്കുന്നു, ഇങ്ങോട്ട് ചുംബിക്കുന്നു, പരസ്പരം ചുംബിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, അതൊക്കെ തന്നെ. അല്ല, എന്നാലും ക്ലാസ്സിലെ നിങ്ങൾ എങ്ങനെയാ പെരുമാറുന്നത് എന്നൊന്നും അറിയണമല്ലോ, അതിന്റെ ഒരു ട്രാക്ക്. അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം സാർ. ഞാൻ ഇവിടുത്തെ സ്റ്റാഫ് ആണെന്ന് വിചാരിക്കുക, ടീച്ചറാണെന്ന് വിചാരിക്കുക. ഇവൾ ഇവിടുത്തെ സ്റ്റുഡന്റ്. നോക്കൂ സാർ. ഓക്കെ, കേട്ടോ. മണ്ടു, I love you. I too, dear. May I kiss you? Not now, dear. No. Marvelous. You did it. You too. My God. ഇതൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഔട്ട്ഡോർ ഉണ്ട്. ഐസ്ക്രീം പാർലർ, വേണ്ടി വന്നാൽ ഹോട്ടൽ. ചുരുക്കത്തിൽ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളെ എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്ക് ഇറക്കി വിടൂ. ശരി. അപ്പോൾ ഇത് ഈ പെൺകുട്ടികൾ സമ്മതിക്കൂ? അഥവാ ഇനി പെൺകുട്ടികൾ സമ്മതിച്ചു തന്നെ ഇരിക്കട്ടെ, ഈ അവരുടെ പേരൻസ് സമ്മതിക്കൂ? എന്റെ സാറേ, ഒരു പൈസ പോലും ചെലവില്ലാതെ ഒരു പെൺകുട്ടി ഒരു പയ്യനെ വളച്ച് കല്യാണം കഴിക്കുന്നോണ്ട് പാരന്റ്സിന് സന്തോഷല്ലേ? അപ്പൊ ഇക്കാര്യത്തില് ഈ ആൺകുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? ആൺകുട്ടികൾക്ക് എന്താണ്, അവർക്ക് ആഘോഷമല്ലേ. ഇവിടെ എത്ര രൂപ തരാനും ആൺകുട്ടികൾ തയ്യാറാണ്. വെരി ഗുഡ്. ഇവിടെ തിയറി മാത്രമല്ലല്ലോ, പ്രാക്ടിക്കലും ഉണ്ടല്ലോ. അപ്പോ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ശമ്പളം കിട്ടിയില്ലെങ്കിലും വിരോധമില്ല എന്നും പറഞ്ഞ് ടീച്ചേഴ്സ് ഇവിടെ തള്ളിക്കയറി വരികയാണ്. അവർക്കും തിയറി മാത്രമല്ല, പ്രാക്ടിക്കലുണ്ട്. സത്യശീലൻ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? പോലീസുകാർ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കൂലേ? ഇപ്പോൾ എന്ത് പ്രശ്നം? പ്രിൻസിപ്പലിന്റെ അനുവാദമില്ലാതെ ഒരു പോലീസുകാരനും കോളേജിന്റെ പടി ഇങ്ങോട്ട് കയറില്ല. അല്ല, അപ്പൊ ഈ സദാചാര പോലീസുകാർ പ്രശ്നം ഉണ്ടാക്കൂലേ? എന്ത് പ്രശ്നം? ചാനലുകാർ പലതും വിളിച്ചു പറയും, സദാചാര പോലീസുകാർക്ക് ഞാൻ പണം കൊടുത്തു കഴിഞ്ഞാൽ അവരിടയ്ക്ക് വന്ന് ഇതൊക്കെ ഒന്ന് തല്ലി പൊളിച്ചു പോകും, ഒരു പബ്ലിസിറ്റിക്ക്. സദാചാര പോലീസ് ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യം എന്ന് ഞാൻ പറയും. അല്ല സാർ, എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഒരു കാര്യം ഉണ്ട് സത്യശീല. അതായത് ഞാൻ ഇന്റർനാഷണൽ ലെവലിൽ കോളേജ് ഓഫ് ലവ് എന്ന പേരിൽ ഇതേപോലൊരു സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കാണാം, ബൈ. മാനം മുട്ടും പണമുണ്ടേലും മായം വിൽക്കും തടയണ്ടാരും. നല്ലേലും ബില്ലേലും പെണ്ണേലും മറിമായം ചുണ്ടേലും ചിന്ത
മായം